വെണ്ടയ്ക്ക പൊള്ളിച്ച് വെച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെപ്പോഴും വെണ്ടയ്ക്ക തോരൻ വെച്ചിട്ടൊക്കെയല്ലേ കഴിക്കാറ്. അത് കറിയൊക്കെ വെച്ചിട്ട്. ഇതുപോലെ തോരൻ ഒന്ന് നമുക്ക് പൊള്ളിച്ച് വെച്ച് നോക്കിക്കേ. നല്ല രുചിയാണ് കേട്ടോ. വെണ്ടയ്ക്ക കഴിക്കാത്ത കുട്ടികൾ വെണ്ടയ്ക്ക കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് നീളത്തിലരിഞ്ഞ് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു 2 സവാള നമുക്ക് പാനിലേക്ക് ഇട്ടിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത്തിരി ഗരം മസാലപ്പൊടി, ഗ്രാമ്പു ഏലക്ക പട്ട പൊടിച്ചതും ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ ഒരു മസാല ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു ഹാഫ് തക്കാളി ചെറിയ രീതിയിൽ ഒന്ന് കുനുകുന ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു മണം അപാര മണമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്കകളെല്ലാം പറക്കിയിട്ട് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും അതുപോലെ ഒരു ഇത്തിരി വെള്ളം കൂടി തളിച്ച് കൊടുത്തിട്ട് വേണം മൂടി വെക്കാൻ കേട്ടോ. 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റും കൂടെ നേരം കഴിയുമ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പൊള്ളിച്ച മസാല ആയിട്ടുള്ള നല്ലൊരു വെണ്ടയ്ക്ക റെഡി ആക്കിയിട്ടുണ്ടാവും. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത്